സ്വാമിജി, ഇപ്പോൾ കേരള സർക്കാർ രൂപീകരിച്ച പുതിയ മദ്യനയത്തിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ ഇന്നലെ വന്ന് മുഖ്യമന്ത്രിയെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഇത് വേണം രാജ്യം മുഴുവൻ നടപ്പിലാക്കാനെന്ന് പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അത്തരത്തിലൊരു അഭിപ്രായത്തോട് യോജിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് നിശ്ചയമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ. യാതൊരു കാരണവശാലും യാതൊരു തരത്തിലുമുള്ള അഭിനന്ദനം അർഹിക്കുന്ന ആളല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശ്രീ VM സുധീരനും കേരള സർക്കാരും, പ്രത്യേകിച്ച് മദ്യനയത്തിൽ. മദ്യനയം കേരളത്തിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന മദ്യനയം തട്ടിപ്പാണ്, ഒരു സംശയവുമില്ല. ഇപ്പോഴിവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കേരളത്തിൽ മദ്യം നിരോധിക്കുവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ എപ്പോഴാണ് മദ്യം നിരോധിക്കാൻ വേണ്ടി പോകുന്നത്? 20 വർഷത്തിനുള്ളിൽ കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം വരുത്തുമെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ പറയുന്നത്? അത് ഇലക്ഷൻ അജണ്ട തീരുമാനിച്ചപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ വാഗ്ദാന പത്രികയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു വാഗ്ദാന പത്രികയിൽ മുഖ്യ കക്ഷിയായിരിക്കുന്ന ഭരണകക്ഷിയായിരിക്കുന്ന ആൾക്കാർ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ കേരളത്തിൽ മദ്യം നിരോധിക്കാൻ വേണ്ടി പോകുന്നു. അത് നിരോധിക്കാൻ വേണ്ടി പോകുന്നത് 20 വർഷത്തിനകത്താണ് എന്ന് പറയുന്നതിൽ എവിടെ ഔചിത്യമുള്ളത്? നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇത്ര ദൂരവ്യാപകമായിട്ടുള്ള ഒരു തീരുമാനം സാധാരണഗതിയിൽ എടുക്കാറില്ല. വിദേശ നയത്തിൻ്റെ കാര്യങ്ങളിൽ സാധാരണഗതിയിൽ ചെയ്യാറുണ്ട്. വിദേശ നയത്തിൻ്റെ കാര്യങ്ങളിൽ വളരെ ദൂരെയുള്ള ഒരു നയത്തെക്കുറിച്ച് പ്രഖ്യാപിക്കാറുണ്ട്. 10-20 വർഷത്തെ നയത്തെക്കുറിച്ച് പ്രഖ്യാപിക്കാറുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള നയങ്ങളിൽ തീരുമാനിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ ചെയ്യാറില്ല. സാധാരണ കക്ഷികൾ പറയാം, ഞാൻ അടുത്ത പ്രാവശ്യം ഇലക്ഷനിൽ ജയിച്ചു വരുമ്പോൾ ഇന്നതാണ് ചെയ്യുക എന്നാണ് പറയുക. നിങ്ങളുടെ അധികാരം ഏത് കാലഘട്ടം വരെ നിലനിൽക്കും, ആ അധികാരത്തിൻ്റെ ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് വേണം ഈ നയം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട്. അത്രയെങ്കിലും പറയുവാനുള്ള മര്യാദ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണ്ടേ? കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട സുധീരൻ പറയണ്ടേ, ഞങ്ങളുടെ ഈ ഭരണം തീരുന്നതിന് മുൻപ് ഞങ്ങൾ ഇത് നടപ്പിലാക്കും. അതായിരുന്നുവെങ്കിൽ അതിന് സത്യസന്ധതയുണ്ട്, ആത്മാർത്ഥതയുണ്ട് എന്ന് പറയുമായിരുന്നു. ഈ അടുത്ത് വരുന്ന 20 വർഷത്തിനുള്ളിൽ ഈ കോൺഗ്രസ് തന്നെ നിലനിൽക്കുന്നത് എന്നുള്ളതിന് എന്താ ഇത്ര ഉറപ്പ്? ഈ ഭാരതത്തിൽ കോൺഗ്രസ് ഇവിടെ ഭാരതത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. 20 വർഷം വരുമ്പോഴത്തേക്ക് ഈ ഭരണം ഉണ്ടാവില്ല എന്നുള്ളതിൽ സംശയമേ ഇല്ല. അപ്പോൾ പറയുകയാണ് 20 വർഷത്തിനുള്ളിൽ ഞങ്ങൾ മദ്യനിരോധനം നടപ്പിലാക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് വെറും തട്ടിപ്പാണ്. മദ്യം നിരോധിക്കുവാനാണ് എങ്കിൽ, അതിനുള്ള ആത്മാർത്ഥമായ സത്യസന്ധമായ നയമാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മദ്യം സമ്പൂർണ്ണമായിട്ടും നാളെ ഒരു സുപ്രഭാതത്തിൽ നിരോധിക്കുക എന്നുള്ളതാണ്. അല്ല എങ്കിൽ അത് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അവസാന ദിവസത്തിന് മുൻപ് ഞങ്ങൾ മദ്യം സമ്പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ പറയുന്നത് അതല്ല. നിങ്ങൾ പറയുന്നത് 20 വർഷം കൊണ്ട് ഞങ്ങൾ നിരോധിക്കുന്നു. അടുത്ത വർഷം നിങ്ങളാണോ ഭരിക്കാൻ വേണ്ടി പോകുന്നത്? അടുത്ത പ്രാവശ്യം നിങ്ങളാണോ ഭരിക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങളുടെ പാർട്ടി ആ സമയത്തേക്ക് ഉണ്ടാകുമോ ബാക്കി? ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഇത് തനി വർഗീയമായിട്ടുള്ള അജണ്ടകൾക്ക് വേണ്ടി മാത്രം ഇവിടെയുള്ള അമ്മമാരെ പറ്റിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന ചില വിക്രികൾ മാത്രമാണ്. അമ്മമാരുടെ മുന്നിലൊക്കെ VM സുധീരനൊക്കെ ഞെളിഞ്ഞു നിന്നിട്ട് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മദ്യം നിരോധിച്ചു. എവിടെയാണ് മദ്യം നിരോധിച്ചത്? ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലുള്ള ഇപ്പോഴത്തെ ക്യൂ ഒന്ന് നോക്കണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതൽ സ്ത്രീകൾ മുതൽ വൃദ്ധന്മാർ വരെ വലിയ നീണ്ട ക്യൂ ആയിട്ട് നിൽക്കുക ഇപ്പം ബീവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളാണ് നിങ്ങൾ പരിഗണിക്കുന്നത് എങ്കിൽ, അവൻ്റെ മനസ്സാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടിയിരുന്ന കാര്യം ബാറുകൾ കൂട്ടുകയായിരുന്നു വേണ്ടത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ കൂട്ടുകയായിരുന്നു വേണ്ടത്. അത് ചെയ്യാതെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുവാൻ വേണ്ടി പോയത് ബാറുകൾ കൂട്ടുവാനാണ്. തീർച്ചയായിട്ടും ബാറുകൾ കൂട്ടേണ്ടതാണ്. കേരളത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള മദ്യനിരോധനം വേണം എന്ന് പറയുന്നവർ തന്നെയാണ് ഞങ്ങൾ. പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല. ഈ കാര്യമാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം നടത്തിയ അഭിനന്ദനം തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാനാണ് സാഹചര്യം എന്നുള്ളതാണ് എൻ്റെ സംശയം. തട്ടിപ്പിന് ആരും ഒരു കാലഘട്ടത്തിലും അഭിനന്ദിക്കാറില്ല. ഇവിടെ നിരോധിക്കപ്പെട്ട ബാറുകളൊക്കെ അതൊക്കെ ഓൺ ചെയ്യുന്ന ആൾക്കാർ ആരാ? എന്തുകൊണ്ട് ഇടുക്കി കോട്ടയം മേഖലകളിൽ വരുമ്പോൾ ഇതിനൊരു പിന്നാക്കാവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നു? അത് ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ബാറുകളാണ്. ചില മേഖലകളിൽ ചെല്ലുമ്പോൾ ബാറുകൾ പൂട്ടുവാൻ വേണ്ടിയിട്ട് അമിതാവേശം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു ചില സ്ഥലത്തെത്തുമ്പോൾ ബാറുകൾ പൂട്ടുവാൻ വേണ്ടിയിട്ട് പിന്നാക്കം പായുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?
പിന്നെ ചില ആൾക്കാരുടെ കാര്യത്തിലെത്തുമ്പോൾ വീഞ്ഞ് നിരോധിക്കുവാൻ വേണ്ടി പറ്റില്ല. മതപരമായിട്ടുള്ള കാര്യം വരുമ്പോൾ ചില ആൾക്കാരോട് കോംപ്രമൈസ് ചെയ്യുന്നു. ഹിന്ദുക്കൾക്ക് വിഷമമുള്ള വേദനയുള്ള കാര്യമാണ് ഗോവധം എന്ന് പറയുന്ന കാര്യം. എന്തുകൊണ്ടാണ് മതപരമായിട്ടുള്ള കാര്യമായിട്ട് പരിഗണിച്ച് അതിനെ പരസ്യമായിട്ട് കശാപ്പ് ചെയ്യുന്ന വിലക്കാത്തത് കേരളത്തിൽ? ഹിന്ദുവിന് മതസ്വാതന്ത്ര്യമില്ലേ? മതവിശ്വാസമില്ലേ? ഇവിടെ ക്രിസ്ത്യാനികളാകുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് വീഞ്ഞ് ഒരു കാര്യം നിഷേധിക്കും. വീഞ്ഞ് അത്യാവശ്യമാണ് എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. മദ്യമില്ലാതെ മതമില്ല എന്നാണ് പറയുന്നത്. മദ്യമില്ലാതെ മതമില്ല എന്ന് പറയുമ്പോൾ സാമൂഹ്യ വിപത്തായിട്ട് പോലും അംഗീകരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഭരണരംഗത്തുള്ള ആൾക്കാർ തയ്യാറാകുമ്പോൾ ഹിന്ദുവിൻ്റെ മതവികാരത്തെ മാനിക്കുവാൻ വേണ്ടി പോലും തയ്യാറാകാത്ത സാഹചര്യം. ഈ സാഹചര്യം തട്ടിപ്പല്ലേ പിന്നെന്താ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്ലാഘനീയമായിട്ടല്ല ഉള്ളതല്ല. ഹർഷവർദ്ധൻജിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഹർഷവർദ്ധൻജി ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത 2 മെഷീനുകൾ പഴയതാണ്. എന്താ മാധ്യമങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യാത്തത്? എന്താ മാധ്യമങ്ങളുടെ ചർച്ച വരാത്തത്? ആരാ ഈ ഇത്തരം പറ്റിക്കലുകൾക്ക് കൂട്ടുനിൽക്കുന്നത്? ആരാ ഇതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുമാണ്.